ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ ഇരിക്കാം. മനോജ് ഹരിതയും വീട്ടിലെത്തിയിട്ടുണ്ടാവോ? നീ അവരുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കാതെ. അവരെവിടെങ്കിലും കറങ്ങിത്തിരിയാൻ പോയിട്ടുണ്ടാവും. വയസ്സിൽ എന്ന നമുക്ക് വീട്ടിൽ പോകാൻ മനസ്സ് വരുന്നില്ല. പിന്നെ ചെറുപ്പക്കാരായ അവരുടെ കാര്യം പറയാനുണ്ടോ? നമ്മുടെ അവരുടെയും പ്രണയങ്ങൾ തമ്മിലും സാമ്യമുണ്ട് ചന്ദ്രു. അവരും ഒളിച്ചോടിയ പ്രണയ ജോഡികളല്ലേ? പ്രണയകാലത്ത് നിന്റെ അച്ഛന്റെയും സഹോദരന്റെയും കണ്ണു വെട്ടിച്ച കഥ നമുക്ക് പറയാം. കരുണാകരക്കുറുപ്പിന്റെയും ജഗന്റെയും കണ്ണു വെട്ടിച്ച കഥ അവരും പറയട്ടെ. ശരിയാ മാധവേട്ടൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നത് നാട്ടിൻപുറത്തെ ഒരു ചൊല്ല. നാട്ടിൻപുറത്തെ ഒരു ചൊല്ലോ? അതെന്താ? അതെ, മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കില്ലെന്ന്. പണ്ട് ഇതുപോലൊരു പാർക്കിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴാ എന്റെ ഏട്ടൻ നമ്മളെ കണ്ടത്. അന്ന് നമ്മുടെ പ്രണയ രഹസ്യം ആദ്യമായിട്ട് കോവിലകത്ത് അറിയുന്നത്. അന്ന് എന്നെ ഏട്ടൻ ഒരുപാട് തല്ലി, വീട്ടുതടങ്കലിലാക്കി, മേലിൽ കോളേജിൽ വിടില്ലെന്ന് ഉഗ്ര ശബ്ദം എടുത്തു. എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അന്ന് നിന്റെ അവസ്ഥ ഓർത്തും ഭയം കൊണ്ടും ദിവസങ്ങളോളം വർക്ക്ഷോപ്പിൽ പോലും പോകാതെ കഴിഞ്ഞു ഞാൻ. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച നാളുകളായിരുന്നു. ആത്മഹത്യ തന്നെ ശരണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ മാധവേട്ടൻ ആ തീരുമാനം മാറ്റി. അതെന്തുകൊണ്ടാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത്രത്തോളം മൂർച്ചയുള്ളതും മധുരം കിനിയുന്നതുമായ ഒരു ഓർമ്മ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ചന്ദ്രികയുടെ സുഹൃത്തായ ഊർമിള വീട്ടിൽ വന്ന് നാലായി മടക്കിയ ഒരു വെള്ളക്കടലാസ് എന്നെ ഏൽപ്പിച്ചു. അതിൽ കണ്ട ചന്ദ്രികയുടെ കൈപ്പടയിലുള്ള അക്ഷരങ്ങൾ ഇന്നും ഹൃദയത്തിൽ മായാതെ കിടപ്പുണ്ട്. മരണം മറന്നേക്കൂ, ഏത് പ്രതിസന്ധിയും മറികടന്ന് മാധവേട്ടനോടൊപ്പം ജീവിക്കാൻ ചന്ദ്രികയുണ്ട്. ആ അക്ഷരങ്ങളുടെ പിൻബലമല്ലേ ചന്ദ്രു ഇന്നും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഇങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ ഇനിയും ഒരുപാടുണ്ട്. എല്ലാം ഇന്ന് തന്നെ ഓർത്തെടുത്താ പിന്നെ ഓർക്കാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മാധവൻ നായരെ, തൽക്കാലം നമുക്കിന്ന് പിരിയാം. മാനത്തെ കൊട്ടാരം